ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ് ടിബിലിസിയിൽ. നമ്മൾ ഇന്നൊരു അടിപൊളി ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ പ്രത്യേകത വേറെ ഒന്നുകൊണ്ട് എൻ്റെ ഡാഡിയുടെ അമ്മയുടെയും 41ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ പോയി കണ്ടിട്ടാണ് കേട്ടോ. ഇത് പണിതിട്ട് അങ്ങനെ ഒത്തിരി നാളൊന്നും ആയില്ല. 1985 പണിതൊരു സംഭവമാണ്. പക്ഷേ ഇതുവരെ ഇതിൻ്റെ പണി പൂർണ്ണമായും തീർന്നിട്ടുമില്ല. ഇത് കുറേ സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഇത് കണ്ടോ, 16 പില്ലേഴ്സാണ്. 30 തൊട്ട് 35 മീറ്ററോളം വലുപ്പമുള്ള, അതായത് നീട്ടമുള്ള വലിയ ടോൾ പില്ലേഴ്സ് വെച്ചിട്ടാണ് ഇത് പണിതേക്കുന്നത്. ആസ് എ ടോൾ യു, ഇത് പണിത് തീർന്നിട്ടില്ല. ഇത് ഈശോയുടെ കുറേ എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ ഈശോയുടെ ഓരോ ജീവിതത്തിലെ ഓരോ സിറ്റുവേഷൻസാണ് അതിൻ്റെ അകത്ത് കല്ലിൽ കുത്തി വെച്ചേക്കുന്നതൊക്കെ കേട്ടോ. നേരത്തെ കണ്ട അവരുടെ ഒരു എന്താ പറയുക ലാംഗ്വേജിൽ നമ്മൾ റിട്ടേൺ ലാംഗ്വേജ് അത് കാണാൻ ഞാൻ പറഞ്ഞില്ല, നേരത്തെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തായ്ലൻഡ് ഭാഷ പോലെയാണ് തോന്നി. കുറേ വളവും കുറേ കേർവ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോഴേക്കും വീണ്ടും അതിൻ്റെ തൊട്ട് ചോട്ടിൽ തന്നെ ഒരു പള്ളിയുണ്ട്. ഇവിടെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസാണ് കൂടുതലും. അപ്പം ഐ റിയലി അസ്യൂം അതൊരു ഓർത്തഡോക്സ് ചർച്ചാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റിയില്ല, ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് പോകും. ഇത് കണ്ടു എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഒന്ന് കണ്ട് ഇരിക്കേണ്ട ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിന് ചുറ്റുമാണെങ്കിലും നേച്ചർ അതിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ കളിക്കുമായിരുന്നു. ഇത് കാണാൻ കിട്ടിയ ഒരു അവസരത്തെ ഓർത്ത് ഞാൻ സത്യത്തിൽ ദൈവത്തിനോട് നന്ദി പറയുകയാണ് കേട്ടോ. അത് അത്രയ്ക്കും കണ്ണിന് ഭയങ്കര കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. അവിടുന്ന് പിന്നെ സൈഡിൽ കാണുന്നതാണ് ഇത് ഇത്രയും വലിയൊരു ലേക്കും ഒക്കെ ആയിട്ട്. ഈ നേച്ചർ തന്നെ ഞങ്ങൾ കുറേ നേരം ആസ്വദിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്ത്. സാറാമു ഞങ്ങളെല്ലാവരും ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. എനിക്കിത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സുമായിരുന്നു ഈ കാഴ്ച കണ്ടിട്ട്. ആസ് യൂഷ്വൽ അവിടെയും കുറേ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. മലയാളീസിനെ ഞങ്ങൾ കണ്ടു. അവർ ഞങ്ങൾക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരികയൊക്കെ ചെയ്തു കേട്ടോ. ഈ കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചിട്ടും എനിക്ക് ആ കൊതി മാറുന്നില്ല. ഏതാണെങ്കിലും ഞങ്ങൾ തിരിച്ചു പോകുന്ന ഈ വഴിക്കാണ് ഇതിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. സ്കൈ കിടക്കണം കണ്ടു, എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാമോ. എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകളാൽ നിങ്ങളത് പറഞ്ഞറിയിക്കുന്നേക്കാൾ എന്താ പറയുക, വാക്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ബ്യൂട്ടി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലത്ത് അവസരം കിട്ടുവാണെങ്കിൽ ഇത് പോയി കാണാൻ അതിന് എന്താ പറയുക നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചേർച്ചിലോട്ടാണ് പോയി. പള്ളി കയറുമ്പോൾ ഒരു തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള കടയിൽ കയറി ഒരു ഫ്രഷ് പൊമഗ്രനേറ്റ് ജ്യൂസ് മേടിച്ച് കുടിച്ച് കുറച്ച് ചില്ലറയൊക്കെ ഒപ്പിച്ചു കിട്ടും. അപ്പോൾ ഈ ചേർച്ചിൻ്റെ പേരാണ് സമേബ കത്തീഡ്രൽ. ഇതിൻ്റെ മുകളിൽ ഫുൾ ഗോൾഡ് കൊണ്ടുള്ള ഒരു എന്താ പറയുക കൂരയാണ് അത് പണിത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഹോളി ട്രിനിറ്റി കത്തീഡ്രലാണ്. അതായത് നമ്മുടെ എന്താ പറയുക ഒരു ഓർത്തഡോക്സ് ചേർച്ചാണ്. ഈ ഒരു പള്ളി പണിയാനായിട്ട് 7 വർഷമാണ് ആൾക്ക് ആവശ്യം വന്നത്. ആൻഡ് 2004 ഈ പള്ളിയുടെ പണി കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഞാൻ കുറച്ച് പറയുന്ന ഒരു ഹിസ്റ്ററിയൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ജോർജിയ കുറച്ചുകൂടി വികസിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. എന്നാൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കാത്ത കാര്യങ്ങളുമാണ്. ഇതാണ് ഈ പള്ളിയുടെ ഉള്ളിലെ കാഴ്ച. ഒരു ഭയങ്കര വലിയ പള്ളിയാണ്. ഓർത്തഡോക്സ് ചർച്ചിൽ കാണുന്ന പോലെ ഓർത്തഡോക്സ് എന്താ പറയുക സയൻസും ഒക്കെ ആയിട്ട്. പിന്നെ വളരെ എനിക്ക് എന്താ പറയുക ഒരു കൗതുകമായിട്ട് തോന്നിയത് ഇവിടുത്തെ ആളുകൾ നമ്മൾ സാധാരണ അതായത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻസ് കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് കുരിശ് വരച്ച് നമ്മളെപ്പോഴും ഇടത് സൈഡിൽ നിന്ന് വലത് സൈഡിലായിട്ടാണ് കുരിശ് വരയ്ക്കുന്നത്. ഇവിടുത്തെ ആളുകൾ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലായിട്ടാണ് കുരിശ് വരയ്ക്കുന്നത് കേട്ടോ. അതെനിക്ക് വളരെ കൗതുകമേറിയ ഒരു കാഴ്ചയായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് തത്സ്മിൻജ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടാണ് കേട്ടോ. പിള്ളേർക്കും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷം കിട്ടുന്ന സ്ഥലം. ഇതൊരു കുന്നിൻ്റെ പുറത്താണ്. പക്ഷേ ആദ്യം തന്നെ നമ്മൾ അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജോർജിയൻ ഫുഡ് തന്നെയാണ് കഴിച്ചത്. ഇവിടെ ഈ ജയൻറ്റ് വീലിൽ കയറാനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ജയൻറ്റ് വീലിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ജോർജിയ 2 സൈഡിൽ നിന്നും ഫുള്ളായിട്ട് കാണാം. അതായത് ടിബിലിസി നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ആ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞങ്ങൾ കാഴ്ച ആസ്വദിച്ചു. നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ലായിരുന്നു. ബിക്കോസ് അതിൻ്റെ വിൻഡോസൊക്കെ അത്ര രസമല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക്
നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ അധികം ഒന്നും നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ അകത്തൊരു ഇത് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ പിള്ളേർക്ക് കുറച്ച് സന്തോഷത്തിന് വേണ്ടി ഡാഡിയും ഈത്തനും ഈ ഊഞ്ഞാലിൽ കയറി അവരെ ആസ്വദിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഓരോന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. ഇതാണ് ഫുണിക്കുലാറിൻ്റെ ഒരു സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ ഫുണിക്കുലാർ കയറി കഴിഞ്ഞാൽ താഴത്തേട്ട് നമുക്ക് എത്തുന്ന സംഭവമായിരുന്നു. പിന്നെ ഇവിടെയുള്ള അത് അൽക്കുലത്തെ ഐറ്റംസിലൊക്കെ കയറി ഈ പിള്ളേരുടെ സന്തോഷമൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കാർഡ് മേടിക്കാൻ കിട്ടും. ആ കാർഡിൽ നമ്മൾ ക്യാഷ് നമ്മൾ പ്രീപെയ്ഡ് ആക്കുക, നമ്മൾ കയറുന്ന സ്ഥലത്ത് ആ കാർഡ് ഒന്ന് സ്വാപ്പ് ചെയ്യുക, നമ്മൾ എന്നിട്ട് അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സംഭവം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു പോരുകയായിരുന്നു. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മെയ്ഡൻ ബസാറിലേട്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് ഒരു വലിയ സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ടിബിലിസിയിൽ ഒരു സെൻറ്റർ. ഇങ്ങനെ ഭയങ്കര അട്രാക്ഷൻ ഉള്ള ഒരു സൈറ്റ് സീയിങ് അട്രാക്ഷൻ ഇതാണ്. നമ്മളിപ്പോൾ മെയ്ഡൻ ബസാറിലായിട്ട് പോവുകയാണ് കേട്ടോ. ഇതൊരു ജസ്റ്റ് ലിറ്ററലി ഒരു ബസാറാണ്. ഇതിൻ്റെ അത് സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലും നമുക്കൊരു സൈറ്റ് സീയിങ് രീതിയാണ്. ഇതിനേക്കാളൊക്കെ ചീപ്പായിട്ട് നമുക്ക് അല്ലാത്ത സ്ട്രീറ്റുകളിലെല്ലാം നമുക്ക് കിട്ടും. ഇത് ജസ്റ്റ് നമുക്ക് പോയി കാണാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറെ ഒരു ഇതെന്ന് തോന്നിയത് ഇവിടെ ഈ ടിബിലിസിയിൽ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോർ ദാൻ 12,000 ഇന്ത്യൻസ് എങ്കിലും MBBS MBA എന്ന് പറയുന്ന വിവിധ കോഴ്സുകളും പഠിക്കാനായിട്ട് വേൾഡ് വൈഡ് വരുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഞങ്ങൾക്കും ഉണ്ട്. എൻ്റെ അമ്മയുടെ കസിൻ്റെ മോളുടെ മോള് ഇവിടെ UK നിന്ന് വന്ന് മെഡിസിൻ പഠിക്കാൻ വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ആക്ച്വലി അവളെ കാണാൻ പോവുകയാണ്, മോളെ കാണാനായിട്ട് പോവുകയാണ്. അപ്പം അവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നപ്പോഴേക്കും മെയ്ഡൻ ബസാറിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ കുറച്ച് മലയാളി പയ്യന്മാരെ കണ്ടായിരുന്നു. അവർ പാർട്ട് ടൈമായിട്ട് അവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിനെ ക്യാൻവാസ് ചെയ്ത്, അതായത് വരുന്ന ആളുകളെ ക്യാൻവാസ് ചെയ്ത് അവിടെ കയറ്റുന്നതാണ് അവരുടെ മെയിനായിട്ടുള്ളൊരു പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ പേരെ അങ്ങനെ കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ഒരു ചെക്കനുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ കുറച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ സാധിച്ചു. അവർ പാർട്ട് ടൈമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ പറഞ്ഞ പോലെ അതായത് എൻ്റെ അമ്മയുടെ നീസിൻ്റെ മോളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഞങ്ങളൊരു പൊമഗ്രാനേറ്റ് ജ്യൂസ് കുടിച്ചോ. അത് കഴിയുമ്പോഴേക്കും ദേ മോള് വന്നു, ലിയ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആക്ച്വലി ലിയയുടെ മമ്മീനെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. പിന്നെ എവിടെയോ വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു കൂട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ അമ്മ കോണ്ടാക്ട്സൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മോളെ കാണാനായിട്ട്. ഇത് ഞങ്ങളവിടെ അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഈ പറഞ്ഞ പോലെ അനന്തു എന്ന് പറഞ്ഞ ഒരു പയ്യൻ ക്യാൻവാസ് ചെയ്ത് നമ്മളവിടെ നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഫുഡായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിൽ വന്നു. ഡാഡിക്കും അമ്മയ്ക്കും ഞാൻ സർപ്രൈസായിട്ടൊരു കേക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കെല്ലാം മുറിച്ച് നല്ല കിടുക്കാച്ചി ഒരു കേക്കായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഈ മോളെ അങ്ങനെ കാണാൻ സാധിച്ചതിലും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.